ചാർജായില്ലേ? ഇതാണ് ചാർജ് ചെയ്യണ സിസ്റ്റം അല്ലേ? ഇപ്പൊ ചാർജ് കേറിക്കൊണ്ടിരിക്കണല്ലേ വണ്ടിയില്? കേറിക്കൊണ്ടിരിക്കയാണ്. അതൊക്കെ അതിൽ കാണിക്കുന്നില്ലേ? വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളത് പറഞ്ഞു തരണമെങ്കിൽ ഹായ് ഗൈസ്, ഞാൻ മണ്ണുത്തിൽ വെച്ചിട്ടുണ്ടല്ലോ ഒരു ചേട്ടൻ വണ്ടി ചാർജ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അയാൾ എഴുതി കൊണ്ട് നടക്കാണ് ഇങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ട സിസ്റ്റം എന്നുള്ളത്. അപ്പൊ അത് നോക്കിയപ്പോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതെ, ഇതിലേക്ക് ചാർജ് മോഡ് ചെയ്യണ്ട. അത് തൊടുക. തൊട്ടിട്ട് സ്കാൻ കൊണ്ടുവരാ. എന്നിട്ട് ഒരു മിനിറ്റ്. അപ്പോൾ സ്കാൻ വന്നപ്പോൾ ഇത് ഫ്ലഗ് യുവർ വെഹിക്കിളിന് വെച്ചേക്കണേ. ഫ്ലഗിൻ്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയണേ. ആയിക്കോട്ടെ, അപ്പോൾ ഇതിൽ കിട്ടാൻ മതി. ചാർജായില്ലേ? ഇതാണ് ചാർജ് ചെയ്യണ സിസ്റ്റം അല്ലേ? ഇപ്പൊ ചാർജ് കേറിക്കൊണ്ടിരിക്കണല്ലേ വണ്ടിയില്? കേറിക്കൊണ്ടിരിക്കയാണ്. ഇതിങ്ങനെ എഴുതി കാണിക്കും ചിലപ്പോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ചാർജിംഗ് എഴുതി കാണിക്കില്ല. പ്ലഗ് എന്തോ പ്രശ്നം എഴുതി കാണിക്കും. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് തൊട്ടാ മതി അല്ലേ? അപ്പൊ വണ്ടി ചാർജ് ചെയ്യുന്നത് കാണാല്ലേ? പച്ച കത്തുമ്പോ ചാർജായി. കാശ് കയറേണ്ട പരിപാടി പറയുന്നുണ്ട്. ഇതിന് പൈസയും വേണല്ലേ? കാശ് റീചാർജ് ചെയ്യും വേണല്ലേ? അതില്ല അല്ലേ? എന്റെ വിചാരേ ഇത് ഇവര് ചെയ്തേക്കുന്നത് ഫ്രീ ആണെന്നാ. അല്ല അല്ലേ? ഇത് കാശ് ശരിക്കും ഇതിൽ ചാർജ് ചെയ്യണല്ലേ? നമുക്ക് തണലത്തേക്ക് അല്ല ചേട്ടാ. ഇതിനി എത്ര നേരം വേണം നമുക്ക് ചാർജ് ഇതാവാനായിട്ട്? ചാർജ് ആവാൻ വേണ്ടി 4 മണിക്കൂർ വേണം. ഇപ്പൊ ഈ 4 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. ഉണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ചില വെച്ചിട്ട് പോകുമ്പോൾ വല്ല കറണ്ടിൻ്റെ വല്ല ഡാമേജ് നേരത്തെ കണ്ടില്ലേ? അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അതവിടെ ഇരുന്നോളും. നമ്മള് തിരിച്ച് പോയിട്ട് വരുമ്പോ പിന്നെ. അപ്പൊ ഞാൻ ചോദിക്കണത് ചേട്ടാ, ഇതിന്റെ ചാവി ചേട്ടന് കൊണ്ടുപോകാൻ പറ്റൂ? അപ്പൊ നമ്മളിങ്ങനെ വണ്ടി വെച്ചിട്ട് പോവാണ്. അപ്പൊ ഇതിന്റെ താക്കോല് നമുക്ക് അത് ഊരി കൊണ്ടുപോകാൻ പറ്റൂ? കുഴപ്പമില്ല. വേറെ വല്ലൊരു അല്ലെങ്കിൽ എടുത്ത് കൊണ്ടുപോയില്ലേ? അപ്പൊ ഇങ്ങനെ മിഷൻ വെച്ച് പോണോണ്ട് യാതൊരു പ്രശ്നമില്ല. വെച്ചിട്ട് പോയാ മിഷൻ പറയാൻ പറ്റില്ലേ? നമ്മുടെ ഇവിടുത്തെ കാലത്ത് പറയാൻ പറ്റില്ലല്ലോ. സൈഡിൽ വെച്ചിട്ട് അതെ അതിപ്പോ ഒരു പെട്ടിവണ്ടി കൊടുത്തിട്ട് 2 പൊക്കി അതിലേക്ക് കൊണ്ടുപോയി എന്ത് ചെയ്യാം? അതുപോലെ ആ ചാർജർ കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോയാൽ നമ്മള് വേറെ പറഞ്ഞ പുതിയത് വാങ്ങിക്കില്ല. ആരും കൊണ്ടുപോലെന്ന് വെച്ചാൽ അവിടെ ഇരിക്കണോ? ചേട്ടനെ ആ മൊബൈലില് ആ ആപ്പ് ഒന്ന് എനിക്ക് കാണിച്ചു തരും. പറഞ്ഞോ. ചാർജിങ് മോഡ്, മൊബൈലിൽ ചാർജ് മോഡ് എന്ന് പറഞ്ഞ ഇതെടുക്കാം, ഓപ്ഷൻ എടുക്കാം. ചാർജിങ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. ചാർജ് മോഡ് അതില് ഫോണിൽ എഴുതി കാണിക്കാം. ഏതാണ് സാധനം? ചാർജ് മോഡ് എന്ന് എഴുതിയില്ല, മോഡിങ്ങിന് എഴുതിയിട്ടില്ല. ചാർജ് മോഡ്. ഇതാണ് ഈ ചാർജിങ് മോഡ് എന്ന് പറഞ്ഞ ഈ ആപ്പ് അല്ലേ? ചാർജ് മോഡ് ചാർജ് മോഡ് എന്ന് എഴുതിയിട്ടില്ല. അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ് കാണിക്കുന്നുണ്ട്. ചാർജ് മോഡ് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ചാർജിങ് ആയിക്കോട്ടെ, നീ സ്റ്റോപ്പ് ചെയ്യണ്ട. അതിൽ എത്ര വാട്ട്സ് ആണ് അതൊക്കെ അതിൽ കാണിക്കുന്നില്ലേ? വോൾട്ടേജ് കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളത് പറഞ്ഞു തരണമെങ്കിൽ ഞാനത് ഓഫാക്കി വെക്കണം. ഓഫാക്കി വെക്കണ്ട. ഇത് ഞാൻ വേറെ പറഞ്ഞുതരാം. ചാർജ് മോഡ് എടുത്തു കഴിഞ്ഞിട്ടേ
പ്രൊഫൈൽ ഓപ്ഷൻ എടുക്കാം. ആ പ്രൊഫൈൽ ഓപ്ഷൻ അതിൽ ചാർജ് മോഡ് മനസ്സിലായില്ല. ചാർജിങ് മോഡ് ഇപ്പോൾ ഓൺ ആക്കിയിട്ട് അതിൽ പ്രൊഫൈൽ എടുക്കുക. അപ്പോൾ പ്രൊഫൈൽ ഓപ്ഷൻ വരും, താഴെ വരും. പ്രൊഫൈൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷനിൽ ടോപ്പ് അപ്പ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ടോപ്പ് അപ്പ് നൗ. ഓക്കെ ടോപ്പ് അപ്പ് നൗ എന്നൊരു ഓപ്ഷൻ വരും. അത് കഴിഞ്ഞാൽ 4 വിധത്തിൽ ക്യാഷ് എഴുതിയിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക്, പിന്നെ 6 മാസത്തേക്കുണ്ട്, 3 മാസത്തേക്കുണ്ട്, പിന്നെ ഏറ്റവും കുറഞ്ഞ 106 രൂപ. 106 രൂപ. ഈ 106 രൂപയ്ക്ക് നമുക്ക് എത്ര നേരം ചാർജ് ചെയ്യാം? 106 രൂപയ്ക്ക് ഇപ്പം പിടിക്കണ്ട. എൻ്റെ ഫോട്ടോ വരുമല്ലേ? ഇല്ല, അത് നോക്കണ്ട, അത് യൂട്യൂബ് അല്ല ചേട്ടാ. പ്രസക്തി ആവട്ടെ, അടിപൊളിയാവട്ടെ. 106 രൂപ കൊടുത്ത് നമ്മൾ ചെയ്താൽ ആ 106 രൂപയ്ക്ക് ഇത്ര യൂണിറ്റ് കറണ്ട് ഉണ്ടല്ലേ നമുക്ക് എടുക്കാന്നൊരു ഇതുണ്ടല്ലോ. ആ 106 രൂപയ്ക്കുള്ള ആ കറണ്ട് കഴിഞ്ഞാൽ അപ്പം നിൽക്കും. അങ്ങനെയാണല്ലേ? നമുക്ക് വീട്ടിലെ ഇലക്ട്രിസിറ്റിയിൽ നമുക്കൊരു മിനിമം കത്തിക്കാന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ കാശ് കൊടുക്കണ്ടേ? അതൊന്നും തരില്ല കേസ്. അപ്പോൾ 106 രൂപ കൊടുത്ത് ചെയ്താൽ 56 ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്താൽ മതി. ഈ 106 രൂപ 106 രൂപയ്ക്ക് 56 ദിവസം അല്ലേ? അങ്ങനെയല്ല, 106 രൂപ കൊടുത്ത് ചാർജ് ചെയ്താൽ 56 ദിവസം കൊണ്ട് ചാർജ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. 56 ദിവസം കൊണ്ട് ചാർജ് ചെയ്താൽ മതിയില്ലേ? 57ാമത്തെ ദിവസമായി എന്ന് വിചാരിക്കുക. അപ്പൊ ആ 106 രൂപയിൽ ഒരു 50 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ പോയി പൈസ. മനസ്സിലായില്ലേ? ഇന്ന് ചെയ്തു, ഇനി ചെയ്യുന്നത് ചിലപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാവും. അങ്ങനെ വരുമ്പോൾ 56 ദിവസമാവുമല്ലോ. ഈ പൈസ 56 ദിവസത്തിന്റെ ഉള്ളിൽ ചാർജ് ചെയ്ത് അവസാനിപ്പിക്കും. അങ്ങനെയാണല്ലേ? മനസ്സിലായി. അപ്പോൾ ക്യാഷ് 106 രൂപ കയറ്റി. അപ്പോൾ ആ ക്യാഷ് 106 എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ക്യാഷ് 106 വരും. ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ആ ഓപ്ഷൻ തൊടുമ്പോൾ UPI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. UPI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരില്ലേ? സബ്സ്ക്രൈബ് എടുക്കുമ്പോൾ അതിലുണ്ടാവും UPI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വണ്ടിയിലേക്ക് HDFC ബാങ്കിലേക്കാണ് കാശ് പോകുന്നത്. ആ ബാങ്കിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പൈസ എടുക്കണമെന്ന് തോന്നുന്നു. അതിന് പിടിപാടൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. അതായത് എൻ്റെ പേര് നാസർ എമ്മോ എന്ന് എഴുതി അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഈ UP ഓപ്ഷനിൽ ടൈപ്പ് ചെയ്യണം. നാസർ എമ്മോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് 7 എന്ന് എഴുതണം. അത് എഴുതിയിട്ട് പിന്നെ ഈ മൊബൈലിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 123 നമ്പർ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാ ഈ മൊബൈലിൻ്റെ ഇവിടെ ഏറ്റവും വരികയല്ലേ? അതിൽ 123 എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്നിട്ട് ഒരു ചിഹ്നമുണ്ട്. അത് അമർത്തണം. അത് അമർത്തിയിട്ട് വേണം പിന്നെ കൊടുക്കാൻ. പേര് കൊടുക്കുക ആദ്യം. പിന്നെ 7 അതെന്തായാലും മറുപടി എനിക്ക് അറിഞ്ഞത്. 7 അത് കഴിഞ്ഞിട്ട് എ വരണമെങ്കിൽ ഈ 123 കൊടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ എന്നർത്ഥം. പിന്നെ ബാങ്ക് HDFC അതിന്ന് പൈസ പിടിച്ചു പോകും ബാങ്ക്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ ഓപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കഴിഞ്ഞിട്ട് പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിലാണ് നമ്മൾ എമൗണ്ട് അടിച്ചു കൊടുക്കുക. എമൗണ്ട് അടിച്ചു കൊടുക്കണ്ട. പേ നൗ എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് പൈസ കയറി. ടോപ്പ് അപ്പ് നൗ കഴിഞ്ഞ പക്ഷേ നമ്മൾ ക്യാഷ്
കൊടുത്തു കഴിഞ്ഞു. കൊടുത്തല്ലോ. അത് ബാങ്കിലേക്ക് കയറിയത് കാണിക്കണം, പേ ആവും. ഓക്കെ ഓക്കെ. പൈസ അവർക്ക് കിട്ടിയിരുന്നു. ഓക്കെ, പേ ചെയ്തു. ഓക്കെ. ആ ഓപ്ഷൻ്റെ പേനാവിൻ്റെ ഓപ്ഷൻ അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ പേ എടുക്കാം. ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞ ശേഷം ഈ ക്യാഷ് അങ്ങോട്ട് ചെല്ലുള്ളൂ. ഗൂഗിൾ പേ എടുക്കാം. ഗൂഗിൾ പേ എടുത്തു കഴിഞ്ഞിട്ട് പേ എന്ന് പറഞ്ഞ ഒരു ഇതാണ് ഗൂഗിൾ പേ ആണല്ലോ. അതിന് തൊട്ട് കഴിഞ്ഞാൽ ഈ 106 രൂപ ആദ്യം കൊടുത്ത്, ഈ ക്യാഷ് 106 രൂപ കൊടുത്ത് ബാങ്ക് കൊടുത്ത്, 2ാമത് കൊടുത്ത് ബാങ്ക് കൊടുത്തു. അപ്പോൾ ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ട് കഴിഞ്ഞാൽ, ഓപ്ഷനിൽ തൊട്ട് കഴിഞ്ഞാൽ ബാങ്കിലേക്ക് പൈസ പോയി. ഓക്കെ, മനസ്സിലായി? അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാലേ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിൽ കറക്റ്റ് ആവണമെങ്കിൽ കണ്ടാ ടൈപ്പ് പിൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ് അതിന്റെ പിൻ നമ്പർ കൊടുക്കണം. ഓക്കെ. ഇവിടെ പറയുന്നില്ല, കാരണം ആരെങ്കിലും അതന്നെ നമ്പർ പറയണ്ട, പിൻ നമ്പർ പറയണ്ട. അതെ 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 അതന്നെ തന്നെ പിൻ നമ്പർ പറയണ്ട. അപ്പോൾ നമ്മുടെ ടൈപ്പ് പിൻ നമ്പർ കൊടുക്കാം. പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ നമ്മുടെ ഏത് അക്കൗണ്ടാണ്, സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്, ഏത് ബാങ്കാണ്, ആ ബാങ്കിൽ നിന്ന് പിടിച്ചു പോകില്ല. ഓക്കെ. ഇത് ചെയ്തതിന് ശേഷം വേണം ചാർജ് മോഡ് കൊടുക്കാൻ. കാശ് കയറ്റുമ്പോൾ ചെയ്യണം. ഇത് ചെയ്തിട്ട് വേണം ചാർജിങ് മോഡ് കയറ്റാൻ അല്ലേ? ഓക്കെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. കാശ് അവിടെ കയറി ഫോണിൽ കാണിക്കും. ഞാൻ ചേട്ടൻ പെട്രോൾ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാ? പെട്രോൾ എന്ത്? അതായത് പെട്രോൾ വണ്ടി യൂസ് ചെയ്തിട്ട് ഇതാണോ അതാണോ ലാഭം എന്ന് അറിയാൻ വേണ്ടിട്ടാ. ലാഭം എന്ന് പറഞ്ഞാൽ കാറിന്റെ കാറുണ്ട്. ഈ കാറ് ശരിക്കും പറഞ്ഞാൽ പറക്കും. അതെ അതെ അതെ. ഈ സാധനം അതില് ഇന്നാള് ഞാൻ ആൾക്ക് അർജന്റായിട്ട് തിരുവനന്തപുരത്തിൽ പോകണം. അപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ ചാർജ് കഴിഞ്ഞു. നമ്മുടെ വിയൂരുണ്ട് ചാർജ് ചെയ്യാൻ. അല്ല, വിയൂര് പക്ഷെ ഫ്രീ ചാർജിങ് അല്ലേ ചേട്ടാ? കാശ് കൊടുക്കണല്ലേ? അപ്പൊ മുന്നേ ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടേ ഇതൊക്കെ ഫ്രീ ചാർജിങ് ആണ്. വണ്ടി വാങ്ങിച്ച ഷോറൂമിലാവും. വണ്ടി വാങ്ങിക്കുന്നുണ്ടല്ലോ, ഷോറൂമിൽ വേണമെങ്കിൽ ഫ്രീ ചാർജിങ് ആകൂല്ലേ? അത് കുറച്ചാളൊക്കെ തരുള്ളൂ. അത് കഴിഞ്ഞാൽ എന്നാലും ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇത്രയും ടൈം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. 4 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ? ഇതിപ്പോ ഏകദേശം ഫുൾ ചാർജ് ആയി എന്ന് വിചാരിക്കും. വേറെ കാര്യം വെയിറ്റ് ചെയ്യാറ്. അതെ അതെ അതെ. പക്ഷെ ചേട്ടാ ഞാൻ വേറൊരു കാര്യം ചേട്ടൻ്റെ അടുത്ത് പറയട്ടെ. ഇപ്പൊ ചേട്ടൻ ഇവിടുന്ന് പാലക്കാട് പോണ്, പാലക്കാട് വേണ്ട നമ്മുടെ വടക്കാഞ്ചേരി വരെ പോണ്. അവിടെ പക്ഷെ ഈ മിഷൻ ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ മിഷൻ ഇതിപ്പോ അവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും, ആ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു ബോർഡും കൂടിയും സ്ഥാപിക്കണം. അപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പമ്പുണ്ട് എന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈവേകളിലൊക്കെ കാണിക്കുന്നുണ്ട് 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ പമ്പുണ്ട്. അതുപോലെ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. സംഭവം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇപ്പൊ ചേട്ടൻ വണ്ടി വെച്ചേക്കണത് അല്ല, ഞാൻ പറയുന്നത് അത് മാത്രല്ല ഇനി പറയട്ടെ. അതല്ല ചേട്ടൻ ഇപ്പൊ വണ്ടി വെച്ചിങ്ങനെ ചാർജ് ചെയ്യണ്, അതിനൊരു പ്ലേസും കൂടി വേണ്ട. ഇതിപ്പോ ചേട്ടൻ വെച്ചേക്കണത് മറ്റേ വണ്ടീനെ ഒതുക്കി നിർത്തി അഡ്ജസ്റ്റ് ചെയ്ത്, മറ്റേ വണ്ടി വെറുതെ ഇരിക്കുക. ചേട്ടന്റെ വണ്ടി വെക്കാൻ സ്ഥലമില്ല അവിടെ. അതിനൊരു സെറ്റപ്പ് വേണ്ടതായിരുന്നു എന്റെ അഭിപ്രായത്തിൽ. ഇത്ര മീറ്റർ വിട്ട് അല്ലെങ്കിൽ ഇത്ര മീറ്റർ ബാക്ക്, ഇത്ര മീറ്റർ ഫ്രണ്ട് വിട്ടിട്ട് വണ്ടികൾ വെക്കണമെന്നൊരു നിയമം വരും. അതന്നെ ഒരു സ്കൂൾ കുട്ടി ബസ്സിൽ നിന്ന് വീണ് മരിക്കുമ്പോഴും അല്ലെങ്കിൽ കയ്യും കാലും ഓടിയുമ്പോഴാണല്ലോ അതിന് നിയമം വരുന്നത്. അതന്നെ അത് ശരിയാ. ശരിയാണോ? അത് ശരിയാ. കുട്ടി വീണു, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കിളിക്ക് പണിയായി, ഡ്രൈവർക്ക് പണിയായി. പിന്നെ ഗവൺമെന്റ് അതിനുള്ള സംവിധാനമൊക്കെ പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയല്ല KSEB വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു കാര്യം അതൊക്കെയാണ്. ഇത് വണ്ടി ചാർജ് ചെയ്യുന്ന പിന്നെ ഈ വണ്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കാറല്ല, ഇത് 2 വീലറാണ്. 2 വീലർ ഇങ്ങനത്തെ വണ്ടികൾ 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 65 കിലോമീറ്റർ ഒക്കെ പോകുള്ളൂ. ആ കിലോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തണം. അല്ലാണ്ട് 65 കിലോമീറ്റർ ഉള്ള എനിക്ക് സ്പീഡ് 65 കിലോമീറ്റർ പോകുള്ളൂ ഫുൾ ചാർജ് ചെയ്താൽ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗൈസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ് കേട്ടത്. ചാർജിങ് അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറയണത്. ഇതിൽ ചാർജ് ചെയ്യാൻ പൈസ ഉണ്ട്. അതിവിടെ കണ്ട QR കോഡ് കണ്ട. ഈ QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ടാണ് ഈ ചാർജിങ് ഇവിടെ നടക്കുന്നത്, ഈ വണ്ടിയുടെ ചാർജിങ്. അപ്പോൾ ഇവിടെ ഒരു പ്ലേസ് ഇല്ല കേട്ടോ. അവിടെ വേറെ വണ്ടികളാണ് അതിൻ്റെ അടിയിൽ പാർക്ക് ചെയ്തേക്കുന്നത്, പെട്രോൾ വണ്ടികളാണ് ഇവിടെയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അഭിപ്രായത്തിൽ ഇതിനൊരു പാർക്കിംഗ് പ്ലേസും കൂടിയും വേണം. അതാണ് മെയിനായിട്ട്. ചെറിയൊരു പാർക്കിംഗ് പ്ലേസും കൂടിയും ഇവിടെ വേണമായിരുന്നു. വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് ചാർജ് ഉണ്ട്, പൈസ ഉണ്ട്.